ഞാൻ കാണിക്കുന്നത് ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ 1 കിലോ അളവിനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അളവോട് കൂടി തന്നെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതറിയാത്തവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്ന മസാലയിലേക്ക് നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് വയ്യേ കാണാം. അപ്പം ഞാൻ അരി 200 ഗ്രാം എടുത്തിക്കിട്ടാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉള്ളിയൊക്കെ എടുക്കുന്ന കണ്ടാൽ 1 കിലോനാണല്ലോ പറഞ്ഞത്, പിന്നെന്താ ഉള്ളി ഇത്രയും എടുത്തതെന്നൊക്കെ വിചാരിക്കേണ്ട. അപ്പോൾ ഇതാ ഉള്ളി ഞാനിവിടെ 10 ഉള്ളി എടുത്തിട്ട്, നിങ്ങൾ 1 കിലോ എടുക്കുന്നതെന്ന് വെച്ചാൽ മസാല കൂടുതൽ വേണമെങ്കിൽ 8 ഉള്ളി എടുത്താൽ മതി, പിന്നെ അല്ലെങ്കിൽ 6 ഉള്ളി എടുത്താൽ മതിയാവേ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് എടുത്തിട്ട്, പിന്നെ തക്കാളിയാണ് 5 തക്കാളിയാണ് എടുത്തത്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തത്. പിന്നെ തക്കാളി കൂടുതൽ വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയാണ് എടുത്തത്. ഇത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കൈവച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ഇതിൻ്റെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒന്ന് പിടിക്കത്തക്ക രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. ഇനി ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വന്നോട്ടെ. അതിലേക്ക് ഇനി 3 ഉള്ളി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ 10 ഉള്ളി എടുത്ത് വെച്ചിരുന്നല്ലോ, അതിൽ നിന്ന് 3 ഉള്ളി എടുത്തിട്ട് ഞാൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 8 ഉള്ളി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ 2 എടുത്തിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിത് 2 പ്രാവശ്യം ആക്കിയിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. മുഴുവനും ഞാൻ പൊരിച്ച് കോരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു ഓയിൽ തന്നെയാണ് ഞാൻ ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ട് ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മസാല അതിൻ്റെ മുകളിൽ പിടിച്ച് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ ഒന്ന് ഫ്രൈ ആയി വന്നോട്ടെ. ആ ഒരു നേരം കൊണ്ട് ബാക്കിയുള്ള ഉള്ളി നമുക്ക് ഉള്ളി പൊരിച്ച ആ ഒരു വട്ടയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ വാട്ടി കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ചിക്കൻ അവിടുന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഉള്ളിൻ്റെ അകത്ത് അധികം ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തില്ല കേട്ടോ, കുറച്ച് മാത്രം ഓയിലാണ് ഒഴിച്ച് കൊടുത്ത്. ചിക്കനും ഫ്രൈ ആക്കിയതിന് ശേഷം ആ ഒരു ചിക്കൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്ന ആ ഒരു ഓയിലില്ലേ, ഓയിലും അതുപോലെ തന്നെ ചിക്കൻ്റെ നെയ്യൊക്കെ ഇല്ലേ, അത് ലാസ്റ്റ് ചിക്കൻ പൊരിച്ചതിന് ശേഷം ഈ ഒരു ഉള്ളീൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തന്നെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മസാല നല്ലോണം തന്നെ വാടി വന്നോട്ടെ, എന്നാൽ ആ ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറിലേക്കുള്ള വെള്ളം തിളയ്ക്കാൻ വെക്കാം. ഞാനിപ്പോൾ 1 പാട്ട അരിക്ക് 2 പാട്ട വെള്ളമാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ കൈമ അരിയൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ 1 പാട്ട അരിക്ക് 1.5 പാട്ട വെള്ളം എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉള്ളി ആ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ മസാലൻ്റെ ഉള്ളിയില്ലേ അത് കേട്ടോ, അത് അവിടെ നിന്ന് അങ്ങനെ വാടി വന്നോട്ടെ. ആ ഒരു നേരം കൊണ്ട് നമുക്ക് ഈ ഒരു അടുപ്പിൽ ചോറ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് അടിച്ചെടുത്തതാണ്. ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിൻ്റെ വെള്ളത്തിലേക്ക്. ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഈ ഒരു ഉള്ളിയില്ലേ നമ്മൾ മാളിക്കാൻ വെച്ച ആ ഒരു ഉള്ളിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നല്ലോണം തന്നെ വാട്ടി കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോകുമ്പോഴത്തേക്ക് നമുക്ക് ചോറിൻ്റെ അകത്തേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക അതും കൂടി ഇട്ട് കൊടുക്കുക. കുറേയൊന്നും വാരി ഇടരുത് കേട്ടോ, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഒരു 3-5 ഗ്രാമ്പൂ അതുപോലെ തന്നെ 2-3 കഷ്ണം കറുവപ്പട്ട അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയേ. ഇതിലേക്ക് പാകത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിന്, അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ പച്ചമണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ആക്കിയിട്ട് ഒരു തക്കാളി ഉടഞ്ഞ് വന്നോട്ടോ അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്കില്ലേ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ.
എന്നിട്ട് നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. അപ്പം നല്ലോണം തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉള്ളി പൊരിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ചിക്കനും പൊരിച്ചിട്ടത്. അപ്പോൾ വേറെ വേറെ ഇങ്ങനെ പാത്രങ്ങൾ കഴുകാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എണ്ണ ഇറങ്ങി വന്നിട്ട് കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഈ ഒരു പൊരിച്ച ഉള്ളി പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. പകുതി ഞാൻ ദമ്മിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. ചിക്കൻ നമ്മൾ ഹാഫ് വേവിലാണല്ലോ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ നല്ലോണം തന്നെ മിക്സാക്കി ആ ഒരു മസാല കൂട്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. വെള്ളം നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം മൂടി വെച്ചിട്ട് അതൊന്ന് വേവാൻ വെക്കട്ടോ. അപ്പോഴേക്ക് നമ്മളെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു അടുപ്പിലേക്ക് മാറ്റി വെച്ചതാണ് എന്നിട്ട് നമ്മളെ മസാല. അപ്പോൾ അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട്. പശുവ് നെയ്യ് ഇട്ടോ, അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മാത്രം മതി. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ്. ആർക്കും വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളെ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഏത് ബിരിയാണി ആയാലും അതുപോലെ തന്നെ ഏത് ടൈപ്പ് വെജിറ്റബിൾ കറി ആയാലും ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മസാല കറിയില്ലേ, വെജിറ്റബിൾ കറി, അതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. ഒരു നുള്ളി നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ഗരം മസാല പൊടി മാത്രമാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്ത് എന്നല്ലാണ്ട് മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു ഗരം മസാല പൊടി മാത്രം മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഒരു നുള്ളു മാത്രം കസൂരി മെത്തിലെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മതിയാവേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. മസാലക്ക് ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്ക്. പിന്നെ ഞാൻ അതിൽ മല്ലിച്ചപ്പും പുതിന ചപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ആവി കയറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോഴേക്കും ചോറ് ഇവിടെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ 2 പാത്രത്തിലാണ് ദമ്മിട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ട് ഇടുകയാണ്. അപ്പോൾ ഇത് ആ ചോറ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മളിപ്പോൾ ചോറ് വെക്കുന്ന സമയത്ത് ചോറ് പിന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാനേ പാടില്ല കേട്ടോ. അത് അവിടുന്ന് ആവിയിൽ അങ്ങനെ വെന്തോളും. പിന്നെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ചെറുങ്ങനെ ഒന്ന് മേലൊന്ന് തട്ടി കൊടുത്തിട്ട് നോക്കുക. കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അടിഭാഗത്തുള്ള ചോറ് ചെറുങ്ങനെ തട്ടി നോക്കിയിട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പം വെന്തിക്കുമെന്ന് അത് കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിന് കേട്ടോ, ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ഇട്ടിന്. അപ്പോൾ അതിൽ എൻ്റെ ഉപ്പാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിന് വന്ന കമൻറ്റ് കുറേ ഉണ്ട് കേട്ടോ. തലശ്ശേരി ബിരിയാണി ഇങ്ങനെയല്ല വെക്കുക, നമ്മൾ തലശ്ശേരിക്കാർ ഇങ്ങനെ അല്ല വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റാണ് കേട്ടോ വന്നത്. പിന്നെ എൻ്റെ ഉപ്പ എന്ന് പറയുന്നത് 50 വർഷമൊക്കെ ഉണ്ടാവും ബിരിയാണി വെക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. കല്യാണ വീടുകളിൽ അതുപോലെ തന്നെ വലിയ വലിയ ഫങ്ഷന് അങ്ങനെ കണ്ട ഇടത്തിലൊക്കെ പോയിട്ട് ബിരിയാണി വെച്ചെടുത്ത ആളാണ്. അതും തലശ്ശേരി ബിരിയാണി തലശ്ശേരി തന്നെ ചെയ്ത് പണിയെടുത്ത ആളാണ് കേട്ടോ. കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തിട്ടാണ് മൂപ്പർ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് എനിക്ക് തന്നത് കേട്ടോ. അപ്പം ഞാനത് അപ്ലോഡ് ചെയ്തേരം കുറേ ആൾക്കാർ എന്തിനാണ് മസാല ഉണ്ടാക്കുന്നതിനല്ല ഉള്ളി ഇടുന്നതിൻ്റെ മുമ്പ് മുളക് പൊടി ഇട്ടത്, അങ്ങനെയൊന്നും ഇടാൻ പാടില്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രീതിയല്ലേ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഞാൻ വെക്കുന്നത് പോലെ അല്ല കേട്ടോ എൻ്റെ ഉപ്പ വെക്കൽ. എൻ്റെ ഉപ്പ വെക്കുന്ന രീതി വേറെ, ഞാൻ വെക്കുന്ന രീതി വേറാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടേതായ രീതി കൂടിയാണ് ഓരോരുത്തർ ബിരിയാണി വെക്കുന്നത്. പക്ഷേ എൻ്റെ ഉപ്പാൻ്റെ ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വലിയ വലിയ ഫങ്ഷനൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല നല്ല അഭിപ്രായം കിട്ടിയ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിനൊന്നും ആരും അങ്ങനെ കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരായ രീതി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ നമ്മളെ ചോറ് ഇവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് ഞാൻ ദമ്മിടുന്ന കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇതാ ചോറ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ പൊരിച്ച ഉള്ളി അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നല്ല നെയ്യും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ ചെയ്തിട്ട് ഞാൻ ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമേ കാണാം.